ഒതുക്ക് ടർഫിൽ വൻ പ്രശ്നങ്ങൾ. എന്താ പറയാം, ഒരു പെനാൽറ്റിക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ സംഘർഷം, ഒരു ടീമുകൾ തമ്മിലുള്ള വാഗ്വാദം കയ്യങ്കളിയിലേക്ക് പോകുന്നു. നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട താരം നവാസ്, ജേഴ്സി നമ്പർ 19, ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ആരല്ല എന്നാണ്. മറ്റു ടീമുകൾ അംഗങ്ങളിൽ അത് പെനാൽറ്റിയാണെന്ന് വാദിക്കുന്നു. പെനാൽറ്റിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടം. പക്ഷേ ഇരു ടീമുകളും പെനാൽറ്റി വിട്ട് കൊടുക്കുന്നില്ല. മുബാറക്കാണെങ്കിൽ പെനാൽറ്റി അടിക്കാൻ വേണ്ടി ബോൾ കയ്യിൽ പിടിച്ച് കിടക്കുന്നു. വളരെ വളരെ സംഘർഷാവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങി പോകുന്നത്. ഈ ഒരു അവസ്ഥയിൽ ഒരു സംയമനം പാലിക്കാൻ ഇരു ടീമിലെയും താരങ്ങൾ തയ്യാറല്ല. ഇരു ടീമുകളും പെനാൽറ്റിക്ക് വേണ്ടി അഹോരാത്രം ബാധിച്ചുകൊണ്ടിരിക്കുന്നു. പെനാൽറ്റി അടിക്കാൻ മുബാറക്കും പെനാൽറ്റി തരില്ലെന്ന് നവാസും. ഇരുവർക്കും ഇരു ടീമുകളും കടുത്ത സപ്പോർട്ട്. ഇത് വലിയൊരു സംഘർഷത്തിലേക്ക് വഴിയൊരുങ്ങുന്ന ഒരു വേവലാതി നമുക്ക് ഇപ്പോഴുണ്ട്. എന്തായാലും അവസാന നിമിഷം എന്താണ് സംഭവിക്കുന്നത് നോക്കാം. പുറത്തുള്ള ഒരാൾ ചോദിക്കുന്നുണ്ട്. അത് നമുക്കറിയാം, പെനാൽറ്റി കൊടുക്കാനുള്ളൊരു സാധ്യത മുന്നിൽ കാണുന്നു. അത് പെനാൽറ്റി നൽകുന്നില്ല. അവസാനം ഒരു ഫൗളിൽ, ഹാൻഡ്ബോളിൽ കലാശിക്കുന്നു. വളരെ വാശിയേറിയ ഒരു മത്സരമാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം. തോറ്റ ടീം ജെയ്സി വെക്കുന്ന സാഹചര്യം കൂടി നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ വളരെ വാശിയേറിയ ഒരു മത്സരമാണ്. അൻസരും ടീമും ഒരു ഗോൾ, 1-2 ഗോളിന് പിറകിൽ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ഒരു പെനാൽറ്റി നിഷേധിച്ചതോടുകൂടി അവർക്കിനി നല്ല വാശിയുള്ള ഒരു മത്സരം കാഴ്ചവെക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് ഹാൻഡ് അടിക്കാൻ പോവുകയാണ്. അൻസിലത ആ ബോളുമായി വീണ്ടും ഗോളടിച്ചു. അതാണ് ഗോളടിച്ചുകൊണ്ട് ആ പകരം പെനാൽറ്റിയുടെ കടം തീർത്തിരിക്കുകയാണ്. ഗോൾ കീപ്പർ ജംഷീർ, ക്യാപ്റ്റൻ അനു, അർഷദ്, മാഹിർ എല്ലാവരും പെനാൽറ്റി ഇല്ല എന്ന് പറഞ്ഞ നവാസ് ഇതാ നടന്നു വരുന്നു. പ്രിയമുള്ളവരെ, ആകെ മൂഞ്ചി